സിനിമാ നിരീക്ഷകൻ മിഥുൻ വിജയകുമാർ കൂടി ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ശ്രീ മിഥുൻ വിജയകുമാർ, ഇതിപ്പോൾ മലയാള സിനിമയിൽ നമ്മൾ ഈ അടുത്ത കാലത്തായി നമ്മളിങ്ങനെ കണ്ടു തുടങ്ങുകയാണ്. ഈ ഓരോ കഥാപാത്രങ്ങളുടെ പേരുകൾ മാറ്റണം, അല്ലെങ്കിൽ സിനിമയുടെ തന്നെ പേര് മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങൾ പറയുകയാണ്. അതിലെല്ലാം പറയുന്ന ന്യായങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. ഇതെന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഈ മലയാള സിനിമ അല്ലെങ്കിൽ ഈ സിനിമ എന്നുള്ളത് ഒരു സിനിമയായി മാത്രം കാണേണ്ട ഒരിടത്ത് ഇത് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ ചർച്ചയാകുന്നു എന്ന് തോന്നുന്നില്ലേ? നമുക്ക് സിനിമ എന്നത് തീർച്ചയായിട്ടും ഒരു എന്താ പറയാ ഒരു ക്രിയേറ്റീവ് വർക്കാണ്. അതിൽ നമുക്കിങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഏർപ്പെടുത്താൻ പാടില്ല. പക്ഷെ ചില സിനിമകൾ എന്താ പറയുക പബ്ലിക് സെന്റിമെന്റിനെ ബാധിക്കുന്ന സിനിമകളുണ്ട്. ചില സിനിമകൾ അങ്ങനെയല്ല. ഇപ്പൊ ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അതെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഈ എന്താ പറയാ പേര് മാറ്റേണ്ട ആവശ്യം എന്ന് പറയുന്നത് ടോട്ടലി ഇല്ലോജിക്കലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം അതില് ജാനകി എന്ന് പറയുന്ന പേര് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പേരാണ്. അത് ഇന്ത്യയിൽ എത്രയോ ആളുകൾക്ക് എന്താ പറയാ ആ ഒരു പേരുണ്ടാവും. മാത്രമല്ല അങ്ങനെ നോക്കി പോവാണ് ഓരോ ഹിന്ദു പേരിന്റെ പിറകെയും പോകാൻ തുടങ്ങിയാൽ, അങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എന്താ പറയാ എല്ലാ ഹിന്ദു പേരിനും ഏതെങ്കിലും ഒരു ദേവി ദേവതയുമായിട്ടൊക്കെ ബന്ധമുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ ചെകഞ്ഞു പോകാൻ തുടങ്ങിയാൽ ഇവിടെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. മാത്രമല്ല റൂൾ 21 ഓഫ് സിനിമാറ്റോഗ്രാഫ് റൂൾസ് 1983 പ്രകാരം ഈ പേരുകളെ സ്ക്രൂട്ടിനൈസ് ചെയ്യാം. പക്ഷെ അത് ക്ലിയർലി ഒഫൻസീവ് ആണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആണെന്ന് തോന്നുന്ന പേരുകൾ മാത്രമേ ചേഞ്ചിന് നിർദ്ദേശിക്കാൻ പാടുള്ളൂ. ഈ ഇതേപോലത്തെ എന്താ പറയുക ഒബ്സർവേഷൻസ് ശ്യാം ബെനഗൽ കമ്മിറ്റിയിലും അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ പല വിധിയിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം CBFCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താ പറയുക ഈ ഇതുപോലുള്ള കൂടുതൽ ഈ പേരുകളിലൊക്കെ ശ്രദ്ധ ചെലുത്തുക, ക്രിയേറ്റീവ് എഡിറ്റ്സ് നിർദ്ദേശിക്കുക, അതൊക്കെ CBFC ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ എന്താ പറയുക ഏറ്റവും അനിവാര്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഒരു എന്താ പറയാ ഒരു റിലീജിയസ് സെൻസിറ്റിവിറ്റി ഇഷ്യൂ ഉണ്ടാക്കാൻ സ്കോപ്പ് ഉള്ള ഒരു കാര്യമല്ല. ജാനകി എന്നൊരു പേര് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള പേരാണ്. പക്ഷെ നേരെ മറിച്ച് ചില റിലീജിയസ് സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യാൻ പാകത്തുള്ള സിനിമകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെക്സി ദുർഗ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അതിന്റെ പേര് മാറ്റാൻ നിർദ്ദേശിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും അതിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ അതിനെ ഈ അനാവശ്യമായിട്ടുള്ളൊരു എന്താ പറയുക ഈ ഒരു മറ്റൊരു റിലീജിയസ് ആംഗിൾ കൊടുത്തിട്ട് അതിൽ വീണ്ടും എഡിറ്റ്സ് നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞ് ഒരു എന്താ പറയാ ഒരു റൈറ്റ് അപ്രോച്ച് അല്ലാന്ന് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഈ നമ്മുടെ നാട്ടിൽ പല സിനിമകളുണ്ട്. ഇപ്പൊ ജാനകി ജാന എന്നൊരു സിനിമ തന്നെ ഉണ്ട്. ആ സിനിമയിൽ ജാനകി എന്ന പേര് ഇഷ്യൂ അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ നോക്കാൻ പോയാൽ ഒരുപാട് പേരുകൾ നമുക്ക് അങ്ങനെ എന്താ പറയാ അതിന്റെ പിറകെ പോകേണ്ടി വരും. പത്മിനി എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ പേരാണ്. സീതാരാമം എന്ന സിനിമയുണ്ട്. അപ്പം ഈ സിനിമയ്ക്ക് മാത്രമല്ല US സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയായിരുന്നു. അപ്പൊ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിലെ ഈ ഒരു ഗേറ്റ് കീപ്പിംഗ് നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ CBFC കുറച്ചുകൂടെ പിറകിലേക്ക് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ മിഥുൻ വിജയകുമാർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.